ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഇന്നത്തെ വീഡിയോയിൽ കപ്പിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ എങ്ങനെ ഒന്ന് ഇമ്പ്രൂവ് ആക്കാമെന്നതിനുള്ള കുറച്ച് ടിപ്സാണ് പറയുന്നത്. ഫസ്റ്റ് ടിപ്പ് കമ്മ്യൂണിക്കേഷനാണ്. ആശയവിനിമയം നടത്താത്തടുത്ത് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് നമ്മൾ ആരായിക്കോട്ടെ, നമ്മൾ കപ്പിളായിക്കോട്ടെ, അതുപോലെ തന്നെ പേരൻസിനോടായിക്കോട്ടെ, ഫ്രണ്ട്സിനോടായിക്കോട്ടെ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് അവിടെ എൻഡാകുന്നതായിരിക്കും. നമ്മുടെ പരാതികളും പരിഭവങ്ങളും സ്നേഹവും സന്തോഷവും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പിലാണ് നമ്മളെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഒരു സ്ട്രോങ് ആയിരിക്കും, അതുപോലെ തന്നെ ഒരു ലോങ് ലാസ്റ്റിങ്ങും ആയിരിക്കും. നെക്സ്റ്റ് ടിപ്പ് ഈസ് ഷോ യുവർ അഫെക്ഷൻ എന്നുള്ളതാണ്. ചിലരുണ്ട് വളരെയധികം ഗാഢമായി സ്നേഹിക്കുന്നവരായിരിക്കും, പക്ഷെ ഒരിക്കലും അത് പ്രകടിപ്പിക്കത്തില്ല, മനസ്സിനകത്ത് സൂക്ഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയല്ല നമ്മൾ വേണ്ടത്. പക്ഷെ നമ്മുടെ സ്നേഹം ഒരു ഹഗ്ഗിലൂടെയോ കിസ്സിലൂടെയോ ഒക്കെ ഒന്ന് പ്രകടിപ്പിക്കുകയും അത് നമ്മൾ തുറന്നു പറയുകയൊക്കെ ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള കപ്പിൾസ് തമ്മിലുള്ള എമോഷണൽ ബോണ്ടിങ് വളരെയധികം സ്ട്രോങ് ആകുന്നതായിരിക്കും. തേർഡ് ടിപ്സ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പറായിട്ടുള്ള കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. വഴക്കും പരിഭവങ്ങളും ഒക്കെ ഇല്ലാത്ത ഒരു വീടുകളും ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ ആ വഴക്കിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും പരസ്പര ധാരണയിൽ എത്തുകയും ചെയ്യാൻ കപ്പിൾസ് ശ്രമിക്കേണ്ടതാണ്. ഫോർത്ത് ടിപ്പ് ഈസ് അപ്രീഷിയേറ്റ് ഈച്ച് അതർ എന്നുള്ളതാണ്. നീ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്, നീ എന്താണ് എപ്പോഴും അങ്ങനെ ചെയ്യുന്നതൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് നോക്കൂ. റിലേഷൻഷിപ്പൊക്കെ ഒരു വേറെ ലെവലിൽ എത്തുന്നതായിട്ട് കാണാം. പിന്നത്തെ ടിപ്പ് എന്നുള്ളത് ബാലൻസ് ഹൗസ് വർക്ക് എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും ഒക്കെ വർക്കിംഗ് പീപ്പിൾ ആയിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ഒരാൾ തന്നെ ഒരുപാട് പണിയും വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് പിന്നെ ജോലിക്കും പോകണം. അപ്പോൾ ഒരാൾക്ക് തന്നെ ഫ്രസ്ട്രേഷനും ആങ്കറും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയുള്ളപ്പം ഹൗസ് വർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ പരസ്പരം ഒന്ന് ഷെയർ ചെയ്ത് നോക്കൂ. അപ്പോൾ കുറച്ചും കൂടി ലൈഫ് ഈസിയായി തോന്നാം. അടുത്തൊരു ടിപ്പ് എന്നുള്ളത് പ്ലാൻ ടുഗദർ. അതായത് നമ്മൾ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ രണ്ടുപേരും ചേർന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഡിസിഷൻസ് ലൈക്ക് വീട് വാങ്ങുക അല്ലെങ്കിൽ ഒരു ജോബ് ചേഞ്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പരസ്പരം രണ്ടുപേരും കൂടെ ഇരുന്ന് സംസാരിച്ച് അതിലൊരു ഫൈനൽ ഡിസിഷൻ എത്താൻ ശ്രമിക്കുക. നെക്സ്റ്റ് ടിപ്പ് എന്നുള്ളത് പേഴ്സണൽ സ്പേസ് രണ്ടുപേർക്കും കൊടുക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, രണ്ടുപേർക്കും ചെറിയ ചെറിയ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും സെൽഫായിട്ടുണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോർ എക്സാമ്പിൾ ഓരോരുത്തർ ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ അവരിടുന്ന വസ്ത്രങ്ങൾ, ഇതൊക്കെ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യും, ഓരോരുത്തർ അവരവരുടെ പ്രയോറിറ്റി നോക്കുകയും ചെയ്യുന്നതായിരിക്കും ബന്ധങ്ങളിലുള്ള കോൺഫ്ലിക്റ്റുകൾ അവോയ്ഡ് ചെയ്യാനുള്ള നല്ലൊരു മാർഗ്ഗം എന്നുള്ളത്. അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഫിസിക്കൽ ഇൻറ്റിമസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. കപ്പിൾസ് തമ്മിലുള്ള ഫിസിക്കൽ ആൻഡ് സെക്ഷൽ ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ വേണ്ടി. അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ പ്രോബ്ലം നിങ്ങൾക്ക് ഫേസ് ചെയ്യുകയാണെങ്കിൽ പരസ്പരം തുറന്ന് സംസാരിക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ന്യൂ വേ ടു കണക്ട് ഈച്ച് അതർ എന്നുള്ളതാണ്. അതായത് ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ചെറിയ ചെറിയ സന്തോഷങ്ങളെയൊക്കെ ചെറിയ ചെറിയ ആഘോഷങ്ങളാക്കി മാറ്റുക, പരസ്പരം ഗിഫ്റ്റ് കൊടുക്കുക, പുറത്തൊന്ന് ഫുഡ് കഴിക്കാൻ പോവുക തുടങ്ങിയ ചെറിയ ചെറിയ രീതിയിലൂടെ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആകാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആകും. ഏറ്റവും അവസാനത്തെ എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് പരസ്പരം സത്യസന്ധരായിരിക്കുക എന്നുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കുകയും കാര്യങ്ങൾ വിശ്വാസ്യതയോടെ എടുക്കുകയും ചെയ്യുന്നത് കപ്പിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.